നമുക്ക് നല്ല മടിയുള്ള ദിവസങ്ങളിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഞാനതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഉണക്കമുന്തിരിയില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ തേങ്ങയുടെ കൂടെ. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇട്ടുകൊടുത്ത ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏലക്കാപ്പൊടി ഇല്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് മധുരം വേണം, എന്നാലേ ഈ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വല്ലാണ്ടങ്ങ് മധുരം കുറയ്ക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനി നല്ല പോലെ ഇതൊന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരില്ലേ തേങ്ങയ്ക്ക്, അതുവരെ നമുക്കിതിനൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാട്ടോ. അതിനെ നമുക്ക് വെള്ളത്തിൽ ഇതേപോലെ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്യുക, അപ്പോൾ തന്നെ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ കണ്ടോ, നല്ല പരന്ന് നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ ബ്രെഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഫില്ലിങ് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ കയ്യിലിട്ടൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ചിലരൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു അത് ബോളാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഇടയ്ക്ക് പൊട്ടിപ്പോവാണെന്ന്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ കയ്യിലിട്ട് ബോളാക്കി എടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാത്തിനും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഗിവ് അവേയുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഡിന്നറിന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണെന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നോമ്പുകാലത്തല്ല കേട്ടോ, അല്ലാതെ നമ്മുടെ നോർമൽ ഡേയ്സിൽ രാത്രി എന്ത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം എന്നാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ആൻസർ. ഇപ്പോൾ ഞാനിതാ എല്ലാ ബോൾസിനെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുള്ള റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതിലും നമുക്ക് മുട്ടയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ റോൾ ചെയ്താൽ തന്നെ അതിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. ഇനി നമുക്കിതിനെ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതേപോലെ നോമ്പ് തുറക്കുമ്പോൾ മധുരമുള്ള സ്നാക്ക് കൂടെ വേണമെന്നുള്ളവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണെന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.